സ്റ്റാൻഡേർഡ് 6 യൂണിറ്റ് 4 പ്രൊഡക്ഷൻ പ്രോസസ് സമ്മറി. 6ാം ക്ലാസ്സിലെ 4ാം യൂണിറ്റായ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പാഠഭാഗത്തെ പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. ഉൽപ്പാദനം, ഉൽപ്പാദന ഘടകങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് പ്രൊഡക്ഷൻ. എന്താണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്, റിസൾട്ടാണ് പ്രൊഡക്റ്റ്, ഉൽപ്പന്നം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ഉൽപ്പാദന ഘടകങ്ങൾ. 4 ഉൽപ്പാദന ഘടകങ്ങളാണുള്ളത്. ലാൻഡ്, ഭൂമി, ലേബർ, തൊഴിൽ, ക്യാപിറ്റൽ, മൂലധനം, ഓർഗനൈസേഷൻ, സംഘാടനം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ലാൻഡ് എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും നമുക്ക് വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്നുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ എക്സെട്ര. അത് കാണുമ്പോൾ തന്നെ ലാൻഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും റിവാർഡുണ്ട്. ലാൻഡ് എന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് ലഭിക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് റെൻ്റാണ്, പാട്ടമാണ്. ലാൻഡ് ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലമാണ് റെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ രണ്ടാമത്തേത് ലേബറാണ്. ലേബർ എന്ന് പറയുന്നത് തൊഴിൽ, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ലേബർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കായികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള സ്കിൽസ്, അധ്വാനശേഷിയാണ്. തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരമായിട്ടുള്ള അധ്വാനശേഷി, അത് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതോടൊപ്പം റിവാർഡ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. റിവാർഡില്ലാത്ത ലേബറിനെ നമ്മൾ ലേബറായിട്ട് കണക്കാക്കുകയില്ല. ഇനി ഈ ലേബറിന് കിട്ടുന്ന റിവാർഡ് വേജ്, കൂലി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലേബർ നമുക്ക് എഡ്യൂക്കേഷനും പ്രോപ്പർ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്താൽ സ്കിൽസ് അല്ലെങ്കിൽ മാൻ പവർ, അധ്വാനശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് ക്യാപിറ്റൽ, മൂലധനമാണ്. ടാഞ്ചിബിൾ ആണ്, സ്പർശിക്കാം, വിസിബിൾ, കാണാൻ സാധിക്കും, മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൽ കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. മൊബിലിറ്റി ഉണ്ട്, ചലനാത്മകമാണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ ലേബേഴ്സിൻ്റെ എഫിഷ്യൻസി, പൈസ കൂടുതൽ കിട്ടുമ്പോൾ തൊഴിലാളികൾക്കുള്ള അവരുടേതായിട്ടുള്ള ആത്മാർത്ഥത വർദ്ധിപ്പിച്ച് എഫിഷ്യൻസി കൂട്ടാനൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ്. നാലാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് ഓർഗനൈസേഷൻ, സംഘാടനം എന്ന് പറയുന്നത്. അതായത് മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഒരുമിച്ച് കൊണ്ടുപോവുക, ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക, കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒക്കെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സംഘാടനം എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന വ്യക്തിയാണ് ഓർഗനൈസർ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഇതിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, ലാഭമാണ്. അടുത്തതായിട്ടാണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നുകൂടെ പറയാം. ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ത് കൊടുക്കുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് കൊടുക്കണേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമായ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ഭൂമി, ലാൻഡ്, ലേബർ, തൊഴിൽ, ക്യാപിറ്റൽ, മൂലധനം, ഓർഗനൈസേഷൻ, സംഘാടനം. ഇവ പ്രദാനം ചെയ്യുന്നത് ഈ ഗാർഹിക യൂണിറ്റിലുള്ള ആളുകളാണ്. ആർക്ക് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവർക്ക് എന്ത് തിരിച്ചു കൊടുക്കും? റിവാർഡായിട്ട് റെൻറ്റ് കൊടുക്കും, വേജ് കൊടുക്കും, അതുപോലെ തന്നെ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കും, പ്രോഫിറ്റ് കൊടുക്കും. ഓക്കെ. ഇനി നേരെ തിരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കും.
അപ്പോൾ അങ്ങനെ ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കുമ്പോൾ എന്താ 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 റിവാർഡ് കിട്ടുക? ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈ ഗുഡ്സും സർവീസസും മേടിക്കുമ്പോൾ അതിന് വേണ്ടി അവർക്ക് പ്രൈസ് കൊടുക്കും. അങ്ങനെ ഇത് സർക്കിളായിട്ട് പോകും. അപ്പോൾ ഹൗസ് ഹോൾഡ് യൂണിറ്റ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കും. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ഇവർ അതിന് റിവാർഡ് കൊടുക്കും. പ്രൊഡക്ഷൻ യൂണിറ്റ് ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കും. ആ പ്രൊഡക്റ്റ് ആർക്ക് ആവശ്യമുള്ളതാണ്? ഹൗസ് ഹോൾഡ് യൂണിറ്റിന് ആവശ്യമുള്ളതാണ്. അവരത് മേടിക്കുമ്പോൾ പ്രൈസ് ആർക്ക് കൊടുക്കും? പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കും. ഇങ്ങനെ ഈ പ്രക്രിയ സർക്കുലർ ഫ്ലോയിൽ നടക്കുന്നു എന്നാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. ഓക്കെ.